NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. കരയോഗങ്ങളിൽ പ്രമേയം പാസാക്കുന്നു, ചില അംഗങ്ങൾ രാജിവെക്കുന്നു. അങ്ങനെ ഒരു വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണല്ലോ നാം NSS പോകുന്നത്. അതിനിടയിലാണ് സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കാര്യമറിയുമ്പോൾ NSSന്റെ കരയോഗങ്ങൾ തിരുത്തുമെന്നാണ്. എന്താണ് കാര്യം? പിണറായി വിജയനും അതോടൊപ്പം തന്നെ LDF സർക്കാരും സുകുമാരൻ നായരും തമ്മിലുള്ള ഡീൽ എന്താണ്? നിങ്ങൾ അങ്ങനെയെങ്കിൽ കാര്യം അറിയുമ്പോൾ അപ്പോൾ എന്താണ് ആ കാര്യം? അത് നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ NSSന്റെ അണികളോട് തുറന്നു പറയണം. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണല്ലോ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 5600 കരയോഗങ്ങൾ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ കരയോഗങ്ങളിൽ സംഭവിച്ചാൽ അത് കാര്യമാക്കുന്നില്ല എന്നാണ്. അതെന്താ? അവർ നായരല്ലേ? നിങ്ങളുടെ സംഘടനയിലെ അംഗമല്ലേ? നിങ്ങളുടെ സംഘടനയിൽ അംഗമായ NSSന്റെ കരയോഗങ്ങളിലാണല്ലോ ഈ രാജി ഉണ്ടാകുന്നത്. ചില കരയോഗം പ്രസിഡന്റുമാർ രംഗത്ത് വരുന്നത്, ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അവരെയൊന്നും നിങ്ങൾ പരിഗണിക്കുന്നില്ലേ? അതോ ഈ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം നേതാക്കളായിരിക്കുന്ന കുറെ നായന്മാരുണ്ടല്ലോ, അവരെ മാത്രമാണോ നിങ്ങൾ പരിഗണിക്കുന്നത്? എന്തായാലും ഇത്തരം പരാമർശങ്ങളിലൂടെ തന്റെ ഒരു പുറത്ത് വെല്ലുവിളിക്കുന്ന ഒരു സംസാരമുണ്ടല്ലോ, അതിലൂടെ മറുപടി നൽകി ഇത്തരം പ്രതിഷേധങ്ങൾ അടിച്ചമർത്താമെന്നും അതിനെ അവഗണിക്കാമെന്നും ഇദ്ദേഹം വിചാരിച്ചാൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയേ ചെയ്യുകയുള്ളൂ. ആദ്യം പത്തനംതിട്ടയിലായിരുന്നു ഇത് പോസ്റ്റർ, ഇതിന്റെ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇദ്ദേഹത്തെ കട്ടപ്പയായി ഉപയോഗിച്ച് ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പിന്നീട് അത് തുടർ സംഭവമായില്ലേ? പലയിടങ്ങളിൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോട്ടയത്തും എല്ലാം ഉണ്ടായില്ലേ സംഭവങ്ങൾ? അതുകൊണ്ട് തന്നെയാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഈ അന്തർധാര? അല്ലാത്ത പക്ഷം നിങ്ങൾ പൂർണ്ണമായി തന്നെ അയ്യപ്പ ഭക്തരെ എതിർത്തു പറയുകയാണോ? എതിർത്തു പറയുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നാം കണ്ടതാണല്ലോ. 2018 പിണറായി വിജയനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അയ്യപ്പ ഭക്തരെ മാത്രമാണോ? ഈ NSSന്റെ നേതാക്കളെ, NSSന്റെ സ്ത്രീകളെ ഇപ്പോഴും ഉണ്ട് ചില ചിത്രങ്ങൾ വച്ച് നമ്പൂതിരി ബന്ധത്തെക്കുറിച്ച്. സൈബർ പോരാളികൾ അന്ന് ഈ വലിയ രീതിയിൽ അധിക്ഷേപിച്ചത്, അതിനെല്ലാം അങ്ങ് മറന്നു പോയിട്ടുണ്ടോ സുകുമാരൻ നായർ? അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ അതുകൊണ്ട് സമുദായത്തിനൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. അത് തനിക്ക് ലഭിക്കും, ഈ സുകുമാരൻ നായർ ലഭിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറയാൻ ശ്രമിക്കണം. അന്ന് വലിയ രീതിയിലാണല്ലോ ഈ സുകുമാരൻ നായരൊന്നും ഈ അടി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടി വാങ്ങുന്നതോ സമരത്തിൽ ചിലയിടങ്ങളിൽ ഉദ്ഘാടനം ചെയ്യാനെത്തും. പക്ഷെ അടി വാങ്ങുന്നതും കേസിൽ പ്രതിയായതെല്ലാം ഇത്തരക്കാരാണല്ലോ. അപ്പോൾ അവരെ എങ്ങനെയാണ് NSS സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതോ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി ചുവപ്പ് കൊടിയിലേക്ക്, അവരുടെ ഒരു കാവി നിറമാണല്ലോ, കാവി ഒരു മഞ്ഞ നിറമാണല്ലോ, ആ കൊടി മാറ്റി ഇനി ചുവപ്പ് കൊടിയിലേക്കാണോ NSSനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്? പക്ഷെ അത് വലിയ തിരിച്ചടി തന്നെ ആ സംഘടനയ്ക്ക് ഉണ്ടാകും. പിണറായി വിജയന് ഇനി മുന്നിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരു 5 വർഷം കൂടി അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അല്ലാതെ പാർട്ടി തകരുന്നാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഒരു പരിധിവരെ മനസ്സിലാക്കി, ബംഗാളിൽ എന്ത് സംഭവിച്ചു, ത്രിപുരയിൽ എന്ത് സംഭവിച്ചു, അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് താൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു 5 വർഷം കൂടി ഭരണം നടത്തി അതിനെ തേങ്ങ അടിച്ച്, നാം ശബരിമലയിൽ തേങ്ങ അടിക്കുന്നല്ലോ, നെയ്തേങ്ങ അടിച്ച് ആ പാർട്ടി ഒന്ന് പൂർണ്ണമായി തുടച്ചു നീക്കിയിട്ട് പോകാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന്റെ നീക്കങ്ങളാണല്ലോ നാം കാണുന്നത്. അല്ലാതെ ഒരു നേതാവിന് തന്നെ മനസ്സിലാകില്ല തന്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ ആ ഭരണവും എത്രത്തോളം ചീഞ്ഞു നാറിയെന്ന്, അതിനെ എങ്ങനെ മറികടക്കാമെന്ന ചിന്ത മനസ്സിൽ വരും. പക്ഷെ ഈ പിണറായി വിജയൻ ഇപ്പോഴും ചിന്ത മനസ്സിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പോലീസും അതോടൊപ്പം തന്നെ കുടുംബവും എല്ലാം അഴിമതി കഥകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം പതിവായിരിക്കുകയാണ്. അദ്ദേഹം എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നാം കണ്ടിട്ടുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തിന്റെ നവകേരള സദസ്സിനിടയിൽ യൂത്ത് കോൺഗ്രസുകാർ ജനാധിപത്യ രീതിയിൽ സമരത്തിന് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പോലീസ് അവരെ മർദ്ദിക്കുകയാണ്. ആ മർദ്ദിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് അന്ന് പിണറായി വിജയൻ ചെയ്തത്. അതിനെ തള്ളിപ്പറയാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഇദ്ദേഹത്തിന്റെ നവകേരള യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വഴിയരികിൽ ഈ തമ്പുരാനെ കാണാൻ, പൊന്നു തമ്പുരാൻ പിണറായി വിജയനെ കാണാനായി അവിടുത്തെ ഇടത് അനുഭാവമുള്ള അധ്യാപകർ
ഈ വഴി നീളെ ഈ കുട്ടികളെ നിർത്തിയിരുന്നു. അതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ കാണിക്കുമോ അതിനെല്ലാം ന്യായീകരിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ മാറിയിരിക്കുന്നത്. അതിൻ്റെ പാവഭാരം തനിക്കും കൂടി വാങ്ങാനാണോ സുകുമാരൻ നായർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിനെ തിരുത്താനുള്ള കർത്തവ്യം അവരുടെ സംഘടനയിലുണ്ട്. അവരുടെ സംഘടനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അവിടെ കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുണ്ട്. കാരണം കേരള കോൺഗ്രസ് ബാലകൃഷ്ണ പിള്ളയുടെ ഗണേശൻ ഇതിൽ അംഗം കൂടിയാണല്ലോ. ആ തരത്തിൽ എല്ലാ പാർട്ടിക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന, എല്ലാ കാലത്തും ഭക്തജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംഘടന. അപ്പോൾ ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഇത്തരം തീരുമാനമുണ്ടാകുമ്പോൾ എല്ലാവരെയും വിഷമപ്പെടുത്തും. അത് തന്നെയാണ് നാം കണ്ടത്. അത് ശബരിമല പ്രക്ഷോഭ സമയത്തായാലും ഷംസീറിന്റെ ഗണപതി മിത്താണെന്ന പരാമർശത്തിലും ഏറ്റവും അധികം ആഞ്ഞടിച്ചത് ഈ സംഘടനയാണല്ലോ. ഇപ്പം എന്താണ് ഒരു മാറ്റം? അത് നിങ്ങൾ ബോധ്യപ്പെടുത്തൂ. അത് ബോധ്യപ്പെടുത്തിയാൽ എല്ലാ പാർട്ടിയും പിന്തുണയ്ക്കാം. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും ആ സംഘടനയിലുണ്ട്. അപ്പോൾ തങ്ങളുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് സഹായം ചെയ്യുന്ന സംഘടനയെ എല്ലാ സംഘടനകളും പിന്തുണയ്ക്കും. അത് ചിലപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു സഹായം ലഭിക്കുമ്പോൾ BJP അവർ പിന്തുണച്ചെന്നിരിക്കും. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു സഹായം ലഭിക്കുമ്പോൾ അവരെ പിന്തുണച്ചെന്നിരിക്കും. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അംഗങ്ങളോട് തുറന്നു പറയണം. തുറന്നു പറയാത്തത് കൊണ്ടാണ് നിങ്ങളെ ഒരു കട്ടപ്പയായി, അയ്യപ്പ ഭക്തരെ, NSSന്റെ പ്രവർത്തകരെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പയായി ചിത്രീകരിച്ചത്. അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അന്ന് പ്രക്ഷോഭ സമയത്ത് പോലീസ് കേസെടുക്കുന്നു, വീടുകൾ കയറി ഇറങ്ങി ഇവരെ പിടികൂടുന്നു, സ്ത്രീകളെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ. അങ്ങനെ ഓരോ സംഭവങ്ങളെയും നിങ്ങളുടെ കൺമുന്നിൽ നടന്നപ്പോൾ, സഖാക്കൾ ചെയ്തപ്പോൾ അവരെ ആ കാര്യങ്ങളിൽ അതിവേഗം മറക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് മറന്നതല്ല. നിങ്ങൾ കട്ടപ്പയായി ആ NSSന്റെ സമുദായ അംഗങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നതാണ് നാം കണ്ടത്. കുത്തിയിട്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനാണോ? അത് NSS ആണോ ആ നിലപാടെടുക്കുന്നത്? ആ ജനങ്ങളല്ലേ, ജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ. ജനങ്ങൾക്ക് പറയുന്നത് കേട്ടാൽ ഇപ്പോൾ NSS തീരുമാനിച്ച ഉടൻ തന്നെ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് സുകുമാരൻ നായർ കരുതുന്നത്. ഈ 2021 തെരഞ്ഞെടുപ്പിന് ആദ്യമായി രാവിലെ തന്നെ നാം മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക. ആ കാലത്ത് ഇദ്ദേഹം വോട്ട് ചെയ്യാനായി വരുന്നു മകളുമായി. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. അയ്യപ്പ കോപമുണ്ടാകും, വിശ്വാസികൾക്കെതിരായി നിന്ന സർക്കാരുകൾ നിലം പരിശാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2016 91 സീറ്റുണ്ടായിരുന്ന CPM 2021 ആവുമ്പോൾ 99 വർദ്ധിക്കുന്നു. 8 സീറ്റിന്റെ വർധനവ്. കേരളത്തിലെ ഏറ്റവും കരുത്തനായ സമുദായ നേതാവിന്റെ രാവിലത്തെ പ്രസംഗമുണ്ട്, മാധ്യമങ്ങളോടുള്ള പ്രതികരണമുണ്ട്. പ്രതികരണം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞ് വോട്ടെണ്ണിയപ്പോഴാണ് നാം കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഒറ്റ പ്രസ്താവനയോടുകൂടി തന്നെ 8 സീറ്റ് വർദ്ധിച്ചു. എന്തായാലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണ ലോട്ടറി അടിച്ചിരിക്കുന്നത് BJPക്കും കോൺഗ്രസിനുമാണ്. BJPക്കും കോൺഗ്രസിനും ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ രീതിയിൽ ഗുണം ചെയ്യും. കാരണം ഇദ്ദേഹം പിന്തുണച്ച പാർട്ടി അന്ന് UDFനെയാണ് പിന്തുണച്ചിരുന്നത്. BJPക്ക് പോലും ആ പിന്തുണ ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് UDFനെ പിന്തുണച്ചപ്പോൾ അവർക്ക് സീറ്റ് നഷ്ടമായി. അപ്പോൾ ഇത്തവണ അതായത് CPMനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ BJPക്കും കോൺഗ്രസിനും ലോട്ടറി അടിക്കാനാണ് നിലവിലെ സാധ്യത കൂടുതൽ.